പുറത്തായി തിരിച്ചു വന്ന ലക്ഷ്മി ലാലേട്ടനോട് പറഞ്ഞ ചില വാക്കുകളാണ് ഇവിടെ പറയുന്നത്. അതായത് എവിക്ഷൻ കഴിഞ്ഞ് ലക്ഷ്മിയെ കാറിൽ കൊണ്ടുപോയി ലാലേട്ടൻ്റെ അടുത്ത് എത്തിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിയായി തന്നെ നിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തൻ്റെ നിലപാടുകളിൽ യാതൊരു രീതിയിലുള്ള മാറ്റവും താൻ വരുത്തിയില്ല എന്നുള്ളതാണ്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. LGBTQ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും ഒരുപക്ഷേ ഈ നിലപാടെന്നൊക്കെ ലക്ഷ്മി ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഇടപെടുന്ന ഒരാളാണ് താൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ അങ്ങനെ ഒന്നിയൽ സാബുവിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ അക്ബറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള ചില മോശമായിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നു എന്ന് തനിക്ക് തോന്നിയത് കൊണ്ടാണ് താൻ ആ കാര്യത്തിലെല്ലാം ഇടപെട്ടത് എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന അത്യാവശ്യം പോപ്പുലറായ അത്യാവശ്യം ഫാൻസോട് കൂടി വന്ന ഒരാളാണ് നിലവിൽ. പക്ഷേ വലിയ കണ്ടൻ്റ് ഒന്നും കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ ഈ ഒരു ടൈറ്റ് എവിക്ഷൻ വന്നപ്പോൾ പുറത്താക്കിയത് എന്നാണ് ലക്ഷ്മിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മിയുടെ വീഡിയോ എല്ലാം അവിടെ കാണിച്ചു. വീഡിയോ കാണിച്ചപ്പോഴും ലക്ഷ്മി കരഞ്ഞൊന്നുമില്ല. ലക്ഷ്മി വളരെ ബോൾഡായിട്ട് നിന്ന് ആ വീഡിയോ എല്ലാം കണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും നന്നായി ഗെയിം കളിക്കാൻ പറഞ്ഞ് യാതൊരു രീതിയിലുള്ള വ്യക്തിപരമായ വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കരുത്, ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി പടിയിറങ്ങിയത്. എന്തായാലും വൈൽഡ് കാർഡായിട്ട് വന്ന അത്യാവശ്യം നല്ല കണ്ടൻറ്റ് കൊടുത്ത ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മി. ലക്ഷ്മിയുടെ പുറത്താക്കൽ എന്തായാലും അൺഫെയർ ആയിട്ട് തോന്നിയില്ല. ആ ഉള്ള എവിക്ഷനെല്ലാം നല്ല രീതിയിലുള്ള ടൈറ്റ് മത്സരാർത്ഥികളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വോട്ട് കുറവുള്ളത് കൊണ്ട് ലക്ഷ്മി പുറത്തായി എന്നേ വിചാരിക്കുന്നുള്ളൂ. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.